പെരുങ്കള്ളന്മാരുടെ വാർത്തയിലേക്കാണ്. തമിഴ്നാട് കോയമ്പത്തൂരിൽ സംസ്കരിച്ച മൃതദേഹം പുറത്തെടുത്ത് 3.5 പവൻ സ്വർണ്ണമാല കവർന്ന 3 പേർ പിടിയിൽ. പ്രദേശവാസികളായ 3 പേരാണ് പിടിയിലായത്. ജൂൺ 6 മരിച്ചയാളുടെ മൃതദേഹമാണ് പ്രതികൾ പുറത്തേക്കെടുത്തത്. മരിച്ച് കുഴിച്ചിട്ട പിറ്റേ ദിനം അന്ന് രാത്രി തന്നെ അവർ അവിടെ എത്തിയതിനു ശേഷം കുഴി തോണ്ടി മൃതദേഹം പുറത്തെടുത്ത് കഴുത്തിലെ മാല അടിച്ചു മാറ്റി പഴയതുപോലെ മൃതദേഹം കുഴിയിലിട്ട് മണ്ണ് മൂടുകയായിരുന്നു. മണ്ണ് മാറിയത് കണ്ട് സംശയം തോന്നിയ മകനാണ് സംഭവം പോലീസിൽ പരാതിപ്പെട്ടത്. ഗൗരിപാളയത്തെ ശ്മശാനത്തിലാണ് സംഭവം. പരാതിക്കാരനായ വെങ്കടേഷിന്റെ പിതാവ് നാഗരാജിന്റെ മൃതദേഹത്തിൽ നിന്നാണ് സ്വർണം മോഷ്ടിച്ചത്. നാഗരാജ് അണിഞ്ഞിരുന്ന 3.5 പവന്റെ മാല മൃതദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഇതറിഞ്ഞാണ് പ്രതികൾ മോഷണം നടത്തിയത്. ഉടയം പാളയം സ്വദേശികളായ ശക്തിവേൽ, മണികണ്ഠൻ, കാർത്തികേയൻ എന്നിവരെയാണ് പീളമേട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ 19 നാഗരാജിന്റെ ബന്ധുക്കൾ ശ്മശാനത്തിലെത്തിയപ്പോഴാണ് മൃതദേഹം മറവു ചെയ്തിരുത്തെ മണ്ണ് മാറ്റിയതായി ശ്രദ്ധയിൽപ്പെട്ടത്. ശ്മശാന പരിസരത്ത് രാത്രിയിൽ കഴിയുന്ന കാർത്തികേയനെ ബന്ധുക്കൾ ചോദ്യം ചെയ്തു. ഇതോടെയാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. പീളമേട് പോലീസ് എത്തി 3 പേരെയും അറസ്റ്റ് ചെയ്തു. പൂമാർക്കറ്റ് ഭാഗത്തെ കടയിൽ മാല വിറ്റതായി പ്രതികൾ മൊഴി നൽകി. നാഗരാജിന്റെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന പ്രതി മണികണ്ഠന്റെ പരാതിയിൽ 3 പേർക്കെതിരെയും പോലീസ് കേസെടുത്തു. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.